സമൂഹ മാധ്യമത്തിൽ മുഴുവൻ എമ്പുരാനെതിരെ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ നടക്കുകയാണ്. എമ്പുരാൻ പറഞ്ഞു വെച്ച രാഷ്ട്രീയമാണ് ചിലരെയൊക്കെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതെ, എമ്പുരാൻ ഒരു ആന്റി സംഘപരിവാർ സിനിമയാണ്. ഗുജറാത്ത് കലാപത്തിന്റെ തീവ്രത കാണിച്ചുകൊണ്ടാണ് എമ്പുരാൻ എന്ന സിനിമയുടെ തുടക്കം. അത് തന്നെയാണ് ഇവിടെ പ്രശ്നമായത്. പിന്നെ സിനിമയിലെ വില്ലൻ ആരാണെന്ന് കൃത്യമായി തന്നെ കൺവേ ചെയ്യുന്നുണ്ട് എമ്പുരാൻ. ആരാണ് എമ്പുരാനിലെ വില്ലൻ? രാജ്യത്തെ മതേതരത്വത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറാണ് വില്ലൻ എന്ന സൂചനയാണ് സിനിമ നൽകുന്നത്. സിനിമയിലെ പ്രധാന വില്ലന്റെ പേര് ബാബ ബജ്രംഗി എന്നാണ്. കൊടും ക്രൂരനായ, മുസ്ലിങ്ങൾ ദയ കാണിക്കാൻ യോഗ്യരല്ലെന്ന് പറയുന്ന അയാൾക്ക് തീർച്ചയായും ഗുജറാത്ത് കലാപ കേസിലെ പ്രധാന പ്രതിയായ ബാബു ബജ്രംഗിയുടെ ഷെയ്ഡുകളുണ്ട്. ഇതിനെല്ലാം എതിരെയാണ് മോഹൻലാലിന്റെ അബ്രാം ഖുറേഷി അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി പൊരുതുന്നത്. എമ്പുരാൻ വെറും ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നതിനപ്പുറത്തേക്ക് ശ്രദ്ധേയമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി എമ്പുരാനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഗുജറാത്ത് കലാപം നടത്തിയ സംഘപരിവാറാണ് ഇന്നത്തെ ഇന്ത്യ ഭരിക്കുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച എമ്പുരാന്റെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ബിനീഷ് കോടിയേരി പോസ്റ്റ് ഇട്ടത്. അതോടെ സംഘപരിവാർ അനുകൂലികൾ കടുന്നൽ കൂട്ടത്തെ പോലെ ഇളകി. സിനിമ BJP നേതാക്കളെ അപമാനിക്കുകയാണെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് സിനിമയിൽ ഉള്ളതെന്നുമാണ് സംഘപരിവാർ അനുകൂലികളുടെ വാദം. ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തും ഇവർ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. സംഘപരിവാർ അനുകൂലികൾ ഒരേ സ്വരത്തിൽ പറയുന്ന വാദം ഗുജറാത്ത് കലാപം വെറുതെ ഉണ്ടായതല്ലെന്നാണ്. ഗോത്രയിലെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് തനിയെ തീപിടിച്ചതല്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഇവർ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ ഗോത്ര ട്രെയിൻ തീപിടുത്തം മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ഇവർ പറയുന്നത്. അതിലൂടെ എമ്പുരാൻ കോൺഗ്രസിനെയും ജിഹാദികളെയും വെള്ളപൂശുകയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പറയുന്നുണ്ട്. സിനിമയിൽ അതിന്റെ റെഫറൻസുകൾ വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് മനഃപൂർവ്വം ഇവർ മറക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ എന്തിനാണ് എല്ലാത്തിലും കയറിപ്പിടിച്ച് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്ന വാദവും ഒരു കൂട്ടം സംഘപരിവാർ അനുകൂലികൾ പറയുന്നുണ്ട്. BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ് പറഞ്ഞത് സിനിമയെ സിനിമയായി കാണണമെന്നായിരുന്നു. മനഃപൂർവ്വമോ അല്ലാതെയോ ഉണ്ടായ ഗോത്ര ട്രെയിൻ തീപിടുത്തത്തെ 2000-ഓളം മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ വർഗീയ കലാപമായി മാറ്റിയതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക എന്ന മറുവാദവും ഉയരുന്നുണ്ട്. മോഹൻലാലിന് ഇത് എന്ത് പറ്റി? ഇത് പ്രൊപ്പഗാൻഡ സിനിമയാണ്, ആന്റി ഹിന്ദുവാണ് മോഹൻലാൽ എന്ന തരത്തിലാണ് എക്സിൽ ക്യാമ്പയിൻ നടക്കുന്നത്. എമ്പുരാൻ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കുറിച്ചുള്ള BBC ഡോക്യുമെന്ററിയുടെ മലയാളം പതിപ്പാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. കേരളത്തിൽ ഇപ്പോൾ എമ്പുരാന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിലുള്ള സൈബർ പോരാണ്. സംഘപരിവാർ അനുകൂലികൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ അപ്പുറത്ത് ഇടത് അനുകൂലികൾ സിനിമയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. സംഘപരിവാറിനെ വിമർശിക്കുന്ന സിനിമകൾ ഇതിനു മുൻപും രാജ്യത്തുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം അതിനെ ആന്റി ഹിന്ദു, സനാതന വിരുദ്ധ പ്രൊപ്പഗാൻഡ എന്നെല്ലാം പറഞ്ഞ് സംഘപരിവാർ അനുകൂലികൾ ആക്രമിച്ചിട്ടുമുണ്ട്. അത് തന്നെയാണ് എമ്പുരാനും നേരിടുന്നത്. എന്നാൽ സംഘപരിവാർ അജണ്ടകൾ വെള്ളപൂശാൻ വേണ്ടിയെടുത്ത വീർ സവർക്കർ പോലുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞിട്ടുമുണ്ട്. സത്യത്തിൽ എന്താണ് പൃഥ്വിരാജ് സുകുമാരനും മുരളി ഗോപിയും സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത്? ഇന്ത്യ എന്ന സെക്യുലർ രാജ്യത്തെ മുഴുവനായി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷ ശക്തിയെയാണ് എമ്പുരാൻ വിമർശിക്കുന്നത്. രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നങ്ങളെയും സിനിമ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരാധകർക്കിടയിൽ എമ്പുരാന് വേണ്ടത്ര ഹൈപ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് സത്യമാണ്. എന്നാൽ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ എമ്പുരാൻ ഇന്ത്യയെ മൊത്തത്തിൽ കത്തിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും.